നമസ്തേ. പുതുവർഷ പുലരിയോടനുബന്ധിച്ച് 2026 മകരമാസം മുതൽ തുലാക്കൂറുകാരായ ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്രക്കാരുടെ ഗുണാനുഭവ ഫലങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. പൊതുവെ ചോതി നക്ഷത്രം ദശാനാഥൻ രാഹുവാണ്. ഈ നക്ഷത്രക്കാർ സർപ്പപ്രീതികരമായിട്ടുള്ള പൂജാവിധികൾ, ആചാരാനുഷ്ഠാനങ്ങൾ മുടങ്ങാതെ ചെയ്തു പോരേണ്ടതാണ്. ചില പുതിയ ശ്രമങ്ങൾ കടപെടുമ്പോൾ ചില തടസ്സങ്ങൾ പൊതുവെ ഇവരെ അഭിമുഖീകരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം സർപ്പപ്രീതി വരുത്തി കഴിയുമ്പോൾ വളരെ ശീഘ്രഗതിയിൽ തന്നെ ഇവർക്ക് കാര്യഫലശ്രുതി ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു മകരമാസം മുതൽ ഒരുപാട് കാര്യകർമ്മ ഫലസിദ്ധി ഇവരെ തേടി വരാൻ പോകുന്ന അപ്രതീക്ഷിത ധനാഗമ ഐശ്വര്യം, തടസ്സപ്പെട്ട് കിടന്ന വിവാഹത്തിൻ്റെ ആലോചനകൾ അത് മുറുകയും അത് വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. വിദേശയാത്ര ചിന്തിക്കുന്നവർക്ക്, ശ്രമിക്കുന്നവർക്ക് അത് അനുഭവമായി വരികയും ചെയ്യും. പൊതുഗ്രഹം പണിയുകയോ വസ്തു വാങ്ങിക്കുകയോ ചെയ്യുന്നതാണ്. ഇപ്രാവശ്യം പൊതു വാഹനം കൂടി ഇവർക്ക് അനുഭവമായി വരുന്നതാണ്. വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാനുള്ള സാധ്യത ഏറെ ഉള്ളതുകൊണ്ട് തസ്കര ഭയം ഒന്ന് ജാഗ്രതയോടെ കരുതിയിരിക്കേണ്ടുന്നതാണ്. വിലപിടിപ്പുള്ള വസ്തുക്കളായ കാര്യങ്ങൾ കുറെ സൂക്ഷ്മമായി നമ്മൾ കരുതി വെക്കേണ്ടതാണ്. വിശാഖ നക്ഷത്രം പൊതുവെ മകര മാസത്തോടുകൂടി അത്ഭുതകരമായ അനുഭവങ്ങളെ അഭിമുഖീകരിക്കാനായിട്ടുള്ള ഒരു സന്ദർഭം കൈവരികയാണ്. അപ്രതീക്ഷിതമായി നല്ല രീതിയിലുള്ള ഒരു ധനാഗമ ഐശ്വര്യം ഇവരെ കാത്തിരിക്കുന്നു. പഠിച്ചു നിൽക്കുന്ന ബിരുദാനന്ദ ബിരുദാനുസരിച്ചുള്ള തൊഴിൽ ഉടനെ തന്നെ അവർക്ക് അനുഭവമായി വരുന്നതായിരിക്കും. പൊതുവെ രാജയോഗ ഭാവമാണ് ഇവർക്കുള്ളത്. ജഡ്ജി, നിയമവശം, അതുപോലെ തന്നെ അധികാര സ്ഥാനത്തെ എന്നും ഇവർ യോഗമായിട്ട് അനുഭവമായി ഉൾക്കൊള്ളുന്നവരാണ്. എന്നാൽ സ്വന്തമായൊരു കടക്കാടമോ ഭവനമോ ഇവർക്ക് യോഗമായിട്ടില്ല. എവിടെയും രാജാധിപത്യമാണ് ഇവരുടെ ലക്ഷണം. വിദേശയാത്ര, അതുപോലെ വിദൂര സഞ്ചാരം, വിനോദയാത്ര, സംവാദം ഇവയുടെ എല്ലാം നേതൃത്വം വഹിക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു നക്ഷത്രമാണ് ഈ വിശാഖ നക്ഷത്രം എന്ന് പറയുന്നത്. സുബ്രഹ്മണ്യ സ്വാമിയുടെ ചെറുബാല്യ നാമധേയമായതുകൊണ്ട് വിശാഖ നക്ഷത്രക്കാർ വിഷ്ണുപ്രീതി കൈവരിക്കുന്നത് പോലെ നെയ്വിളക്ക്, അതുപോലെ പാൽപ്പായസം വിഷ്ണു ഭഗവത് പ്രീതിക്കായി നടത്തോടൊപ്പം തന്നെ സുബ്രഹ്മണ്യ ഭഗവത് കീർത്തന ആലാപനവും പന്നീരഭിഷേകം, അതുപോലെ തന്നെ കാവിപ്പട്ട് ഉടയാട ചാർത്ത്, പഞ്ചാമൃതമൂട്ട്, സുകുമാര സൂക്താർച്ചന എന്നീ വഴിപാടുകൾ ചെയ്യും. കഴിവതും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ശുദ്ധവൃത്തിയോടുകൂടിയുള്ള ദർശന, പ്രാർത്ഥന, ആരാധനകൾ മുടങ്ങാതെ ചെയ്യുമ്പോൾ പൊതുവെ വിശാഖ നക്ഷത്രക്കാർ അത്യുന്നതിയിലെത്തുന്നു എന്നുള്ളതാണ് അനുഭവമായിട്ടുള്ളതെന്നുകൂടി ഭക്തിപൂർവ്വം അറിയിക്കട്ടെ.